ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓട്ടം ഫ്രാൻസിൽ നിന്ന് നെതർലാൻഡിലെ ടിൽബർഗ് എന്ന സ്ഥലത്തേക്കാണ്. ഫ്രാൻസിൽ തന്നെ ടെസ്ലയുടെ 4 ഷോറൂമുകളിൽ നിന്നും കളക്ട് ചെയ്ത ലോഡാണ് ഇത്. നെതർലാൻഡിലെ ടെസ്ലയുടെ ഷോറൂമിലേക്ക് തന്നെയാണ് നമുക്ക് അൺലോഡ് ചെയ്യേണ്ടത്. നമ്മൾ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്നത് ഫ്രാൻസ്, നെതർലാൻഡ്, ആംസ്റ്റർഡാം റൂട്ടിലാണ്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് 10 ദിവസത്തേക്ക് നമ്മുടെ ഫിക്സഡ് റൂട്ട് ക്ലോസ് ചെയ്തേക്കുവാണ്. അതുകൊണ്ട് ടെമ്പററി ആയിട്ട് 10 ദിവസത്തേക്ക് നമ്മൾ പുറത്തെ ഓട്ടം കമ്പനി തന്നേക്കണെയാണ്. അപ്പോൾ നമ്മൾ നിലവിൽ ഫ്രാൻസിൽ നിന്ന് ലോഡ് കയറ്റി നമുക്ക് ബെൽജിയം, ലക്സംബർഗ് വഴിയാണ് നെതർലാൻഡിലേക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ബെൽജിയം ബോർഡറിലേക്ക് എത്താറായി. ബോർഡർ എത്തുന്നതിന് മുമ്പ് കാണുന്ന ആ എംബ്ലമാണ്, ബോർഡർ സൂചിപ്പിക്കുന്ന എംബ്ലമാണ് മുമ്പിൽ കാണുന്നത്. 1.6 കിലോമീറ്ററാണ് ഇനി ബെൽജിയം ബോർഡറിലേക്കുള്ളത്. പൊതുവെ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ബോർഡർ ക്രോസിങ്ങിൻ്റെ ഫോർമാലിറ്റിയൊക്കെ. നമുക്ക് യൂറോപ്യൻ യൂണിയനിൽ നിലവിൽ ബോർഡറിലേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഫ്ലാഗ് ആയിരിക്കും. അതിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന രാജ്യത്തിൻ്റെ പേരിലാവും. നമ്മളിപ്പോൾ ബെൽജിയത്തേക്ക് എൻ്റർ ആവുകയാണ്. വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റികളൊന്നും ഈ പറഞ്ഞ രാജ്യങ്ങളോട് പാസ് ചെയ്യുമ്പോൾ ഇല്ല. എനിക്കൊരു വ്യത്യസ്തത തോന്നിയേക്കണം, സ്വിറ്റ്സർലൻഡിൽ മാത്രമാണ് നമ്മൾ യൂറോപ്യൻ യൂണിയനിൽ പെട്ടതല്ലാത്തതുകൊണ്ട് ലോഡ് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ബാക്കിയുള്ള സ്ഥലത്തൊന്നും നമ്മൾ വണ്ടി ബോർഡറിൽ നിർത്തുപോലും വേണ്ട. ഇനി 240 മീറ്ററോടെ കഴിഞ്ഞാൽ നമ്മൾ ബെൽജിയത്തേക്ക് എൻ്റർ ആവും. അവിടെ ചെക്കിങ്ങോ വേറെ ഒരു ഫോർമാലിറ്റി ഇല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ തമിഴ്നാട് അങ്ങോട്ട് കിടക്കുമ്പോൾ പോലും കുറേയധികം ഫോർമാലിറ്റീസ് ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വണ്ടി ബോർഡറിൽ നിർത്തുപോലും വേണ്ട. നിലവിൽ നമ്മൾ ബെൽജിയത്തേക്ക് എൻ്റർ ആയി കഴിഞ്ഞു. ബെൽജിയത്തിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ലക്സംബർഗ്. അടുത്തത് നമ്മൾ ലക്സംബർഗിലേക്കാണ് എൻട്രി ആവുന്നത്. ലക്സംബർഗിലേക്ക് പോകേണ്ട കാര്യമില്ല, പക്ഷേ ലക്സംബർഗ് സിഗരറ്റ് അങ്ങനെയുള്ള ഐറ്റമൊക്കെ വളരെ വില കുറവാണ് മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച്. അതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് പർച്ചേസിന് വേണ്ടി മാത്രമാണ് ലക്സംബർഗിലേക്ക് പോകുന്നത്. ഒരു 6 കിലോമീറ്റർ ബെൽജിയത്തിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ലക്സംബർഗ് എത്താം. നമ്മുടെ പർച്ചേസ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീണ്ടും ബെൽജിയത്തിലേക്ക് തന്നെ ബോർഡർ എൻട്രി ആവുന്നതാണ്. ഇപ്പോൾ ലക്സംബർഗ് വഴിയാണ് നമ്മളിപ്പോൾ ലക്സംബർഗിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു റോഡ് പൊതുവെ തിരക്ക് കുറവാണ്. ഇനി ലക്സംബർഗ് ലക്സംബർഗിലേക്ക് നമ്മൾ എൻട്രി ആവുകയാണ്. 350 മീറ്ററോടെ കഴിഞ്ഞാൽ ബെൽജിയത്ത് നിന്ന് നമ്മൾ ലക്സംബർഗിലേക്ക് എൻട്രി ആവും. ഇവിടെയും വേറെ ഫോർമാലിറ്റികളൊന്നുമില്ല. വണ്ടി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകാം. നിലവിൽ നമ്മൾ ലക്സംബർഗിൽ എൻട്രി ആയി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും പർച്ചേസ് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മൾ ബെൽജിയം കടന്ന് നെതർലാൻഡിലെ ടിൽബർഗ്. ഇനി നമുക്ക് പോകാനുള്ളത് 30 കിലോമീറ്ററോടെ കഴിഞ്ഞാൽ നമ്മുടെ അൺലോഡിങ് പോയിൻ്റായി. 300 മീറ്ററോടെ കഴിഞ്ഞാൽ നമ്മൾ നെതർലാൻഡിലേക്ക് എൻട്രി ആകും. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ ഈ രാജ്യങ്ങളിലൂടെയുള്ള ബോർഡർ ക്രോസിങ്ങിന് ഒരു ഫോർമാലിറ്റിയും ഇല്ല. 10 മീറ്റർ നിലവിൽ നമ്മൾ നെതർലാൻഡ് എൻട്രി ആയി. അപ്പോൾ ഓക്കെ,